പൊന്നു പ്രകാശേട്ടാ ഇതാ ഞാൻ പറഞ്ഞ പ്രകാശേട്ടൻ. ഓ മനസ്സിലായി മനസ്സിലായി, നിന്റെ ചെറുപ്പം മുതലുള്ള ബോയ് ഫ്രണ്ട്, നിന്റെ വുഡ് ബി അല്ലേ? അങ്ങനെയൊന്നുമില്ല, ഞാൻ വിളിച്ച എവിടേക്കാണെങ്കിലും വരില്ലേ? അയ്യോ, രാവിലെ മുതൽ ഫോൺ ചെയ്തതും പോലെ ഞാൻ നിന്റെ കൂടെ എന്ത് വിചാരിച്ചെന്തോ. ഡോണ്ട് വറി, രണ്ടാളും ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തോളാം, പോരെ? മതി. എടി നിന്റെ കല്യാണം വല്ലതുണ്ടായ എന്നെയും കൂടി അറിയിക്കണേ. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഞാൻ ഡാഡിയും കൂട്ടി നിന്നെ നേരിട്ട് വന്ന് ക്ഷണിച്ചിരിക്കും. ഓക്കെ, ബൈ ബൈ. പൊന്നു, അല്ല, പൊന്നിനെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് എനിക്കൊരു ഇന്റർവ്യൂവിന് പോകാനുള്ളതാ, അതെ ഈ വേഷത്തില്, അല്ലാതെ. ഓഹോ, അതുകൊണ്ടാണോ ചെവിട്ടില് മൂട്ട പോയതുപോലെ എവിടെ എത്തി എന്ന് വിളിച്ച് ചോദിച്ചോണ്ടിരുന്നത്? ഇത്രയും ധൃത ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ വന്നത്? അത് ചെല്ലപ്പൻ ലീവ് ആയതുകൊണ്ട്. ലീവ് കഴിഞ്ഞ് ചെലപ്പം വരട്ടെ, വച്ചിട്ടുണ്ട് ഞാൻ. കാർ എവിടെയാ? കാർ അവിടെ ഉണ്ട്. വാ. അതെ, എങ്ങോട്ടാ ഓടുന്നേ? എനിക്കറിയാൻ വിളിക്കുന്നു. എന്താ വിളിച്ചേ? ഈ ലഗേജ് ഒക്കെ എടുത്തോണ്ട് വാ, പാടി. പൊന്നു, ആ ഡിക്കിയും തുറക്കോ? അല്ലെങ്കിൽ വേണ്ട, ഡിക്കി ഞാൻ തന്നെ തുറന്നോളാം. അതെ, ജീവൻ രക്ഷിച്ച ആളെ കൊണ്ട് ചുമട്ടോടെ എടുപ്പിച്ച് ശരിയായില്ല. ഫോൺ ചെയ്തൊക്കെ എന്റെ മൊബൈലിൽ നിന്നാ. മനുഷ്യനായ ഔചിത്യം വേണം. കെണ്ടി ചാടി രക്ഷിച്ചു എന്നൊക്കെ ആ ഡ്രൈവറോട് വീം പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മനഃപൂർവ്വം പറഞ്ഞതല്ല, ഞാൻ ഡ്രൈവറാന്ന് വിചാരിച്ച് അവര് ഓരോന്ന് പറഞ്ഞപ്പോ അവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ ഉടനെ കയറി വിസ്തരിച്ച് വിളമ്പിയല്ലേ? സത്യത്തിൽ നിന്നെ കിണറ്റിന്ന് രക്ഷിച്ചു എന്നുള്ളത് നേരാണോ? ചുമ്മാ പുളു. പുളുവാ? പിന്നല്ലാതെ. ചങ്കി കുത്തുന്ന വർത്തമാനം പറയല്ലേ പൊന്നു. പൊന്നു 3 പഠിക്കുമ്പോഴാ സംഭവം. ഞാനന്ന് 5-ലാ. പൊന്നു കൂട്ടുകാരികളുമായിട്ട് കളിച്ചോണ്ടിരുന്നപ്പോ അവരുമായിട്ട് വഴക്കിട്ട് കാല് തെറ്റി പട്ടേരി പടത്തെ പൊട്ടക്കണ്ടിൽ വീണു. വാച്ചു വാച്ചു എന്ന് വിളിച്ച് കരഞ്ഞത് ഇപ്പോഴെന്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. നുണയാണെങ്കിൽ വാസുവേട്ടനോട് ചോദിച്ചോളൂട്ടാ. ആരാ വാസുവേട്ടൻ? അത് പൊന്നുന്റെ അച്ഛന്റെയും എന്റെ അച്ഛന്റെ ഒക്കെ അക്കൗണ്ടന്റാ. ഒരു ഇത് കണ്ട നോക്കട്ടെ. കുട്ടിക്കാലത്തെ ഫോട്ടോ സ്കൂളിൽ പഠിക്കുമ്പോ എടുത്തതാ. ചെറുപ്പത്തിൽ നീ ഒരു തക്കടായിരുന്നല്ലേ? ഇതൊക്കെ പേഴ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നതിനാ? അത് പിന്നെ പൊന്നിന് തരാന്ന് വെച്ചാൽ എന്നെ എടുത്തതാ. എപ്പോഴും ഓർക്കണമെന്ന് ഓർക്കും, പക്ഷെ മറന്നു. എന്നാലേ ഇനി ഇത് എന്റെ കയ്യിലിരിക്കട്ടെ. വെച്ചോ വെച്ചോ, ആൽബത്തിൽ ഒട്ടിച്ചു വെക്കാലോ. അപ്പൊ നിന്നെ കെട്ടിച്ചാടി രക്ഷിച്ചു എന്ന് പുള്ളിക്കാരൻ പറഞ്ഞ സത്യമല്ലേ? അതെ, സത്യം തന്നെയാ. എന്ന് കരുതി കണ്ട ഡ്രൈവർമാരോടൊക്കെ കയറി എഴുന്നള്ളിക്കുന്ന എന്തിനാ? ഞാൻ പറഞ്ഞല്ലോ, അറിയാതെ പറഞ്ഞു പോയതാണെന്ന്. ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയില്ല. പിന്നെ പൊന്നിനെ കെന്റിന്ന് രക്ഷിച്ചോ പ്രകാശ എന്ന ആളുകൾ ഇങ്ങോട്ട് കയറി ചോദിക്കാൻ പോവല്ലേ? മണ്ടത്തരം പറയാണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. മര്യാദക്ക് സ്റ്റാർട്ടാണോ നിനക്ക് നല്ലത്? ഇല്ലെങ്കിൽ ശ്രീധരക്കുറുപ്പിന്റെ സ്വഭാവം നിനക്കറിയാലോ.
യമണ്ടനാണെങ്കിൽ മര്യാദ പഠിപ്പിക്കും ഞാൻ. ഈ പാട്ടവണ്ടി കൊടുത്തിട്ട് പുതിയ തന്നെ വാങ്ങിക്കച്ചാ. പാട്ട വണ്ടിയോ? ഇപ്പോഴും ഇവനൊരു പാച്ചില് പറഞ്ഞാൽ ഒരു എമ്മണ്ടനും ഒപ്പം ഓടി എത്തുകയല്ല, അറിയാവോ? ഈ പടക്കുതിരിക്ക് പ്രായം കുറെ ആയില്ലേ, ഇനി തൂക്കി വെക്കുന്ന നല്ലത്. ഓഹോ, അപ്പൊ നാളെ അച്ഛനെയും തൂക്കി വെക്കണമെന്ന് മോള് പറയൂ. അതിനച്ഛന് പ്രായമായിട്ടില്ലല്ലോ. എന്റെ വലിയേട്ടനാണോന്നോ കൂട്ടുകാരികൾ ഇപ്പഴും ചോദിക്കുന്നതേ. നീ അങ്ങനൊന്നും സോപ്പിടണ്ട. ചെന്ന് അവനെ കൊണ്ട് വിളിക്ക്. എല്ലാ കംപ്ലൈന്റും മാറ്റി നല്ല യമണ്ടൻ കണ്ടീഷൻ ആക്കണമെങ്കിൽ ഇതിന്റെ ഏതാണ്ടൊക്കെ മാറ്റണം എന്ന് പറഞ്ഞ രൂപ 1200 മാച്ചോണ്ട് പോയത്. വിളിക്കവനെ. ഏട്ടൻ എണീറ്റിട്ടില്ല. അത് ശരി, ഊരയില് വേലടിച്ചിട്ട് എഴുന്നേക്കാറായിട്ടില്ല ഇവന്. എവനെ ഇന്ന് ഞാൻ കഴുതേ എഴുന്നേക്കടാ. എന്ത് തുറക്കമാടാ ഇത്? എടാ പോത്തെ, ഇവന്റെ അമ്മ എവിടെ? ഒരു സാധനം കുറച്ചുകൂടെ പുന്നാരിക്കട്ടെ. വെച്ചതിന്റെ ഗുണം. അതെ, അവനെ വിളിക്കണ്ട, കിടന്നോട്ടെ. അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. നീ ഒറ്റൊരുത്തി അവനെ വളം വെച്ച് കൊടുക്കുന്നു. മറ നിങ്ങൾ കടയിൽ പോവാൻ നോക്ക്. അവൻ വെളുപ്പാങ്കാലത്താ വന്ന് കിടന്നത്. അയ്യോ പാവം. എന്താ വല്ല മോഷണം തുടങ്ങിയോ? ആ പൊന്നു കോളേജിൽ നിന്ന് ടൂർ കഴിഞ്ഞ് വെളുപ്പിനെ എത്തുമെന്ന് പൊന്നുന്റെ അച്ഛൻ വിളിച്ച് പറഞ്ഞതുകൊണ്ട് കൂട്ടിക്കൊണ്ട് എന്നാക്കാൻ പോയേക്കുമായിരുന്നു. അതിനൊക്കെ അവന് സമയമുണ്ട്. എന്നാൽ കടയിൽ വന്നൊരു കൈസഹായത്തിന് നിൽക്കാൻ പറഞ്ഞാൽ ഒന്ന് തല കാണിച്ചിട്ട് അപ്പ അങ്ങ് മൂങ്ങും. വെറുതെ അല്ല, വല്ലവന്റെ അച്ഛനെ കല്ലുടയ്ക്കും, അവനവന്റെ അച്ഛനെ തവിടിടിക്കില്ലെന്ന് കാരണവന്മാര് പറയുന്നത്. അവനവന്റെ അമ്മയ്ക്കെന്നല്ലേ ചൊല്ല്. അല്ല, ഞാനങ്ങനെയാ കേട്ടിരിക്കണേ. ഓ, അമ്മയ്ക്കായാലും അച്ഛനായാലും കുടുംബത്തിന് പറയാനൊന്നുമില്ലല്ലോ. ദേ, എടി, അവൻ കിടക്കുന്ന കിടപ്പ് കണ്ടോ നീ? തലയെവിടെ, കാലെവിടെ? ഒറ്റ തൊഴി വെച്ചു കൊടുക്കാൻ വേണ്ടത്. എടി, ഇവനൊന്നും ഈ ജന്മം നന്നാവില്ല. കാലത്തെ ഇങ്ങനെ പ്രാകാതെ അവൻ നന്നാവും. തിരുപ്പതി ഭഗവാന് 1001 ലഡു നേർന്നിട്ടുണ്ട് ഞാൻ. ആർക്ക്? തിരുപ്പതി ഭഗവാന് 1001 ലഡു. 1001 ലഡു? എടി, പരിസരത്തുള്ള ലോക്കൽ ഭഗവാന്മാരും പോലെ നിനക്ക്. എന്റെ കാശ്. ആ വർക്ക്ഷോപ്പ് വരും. എന്താടി അവന്റെ പേര്? പാതാളം ഷാജി. പാതാളം ഷാജി. അവനെ കൊണ്ട് നന്നാക്കിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞ് 1200 രൂപ നിന്റെ പുന്നാരപ്പൻ എന്റെ വാങ്ങിച്ചിട്ട് പോയത്. അതിനവൻ നന്നാക്കിന്ന് പറഞ്ഞാണല്ലോ കൊണ്ടുവച്ചിട്ട് എവിടെ പോയത്. നന്നാക്കി? എന്തിനാണോ എപ്പോഴും കൊക്കിയും കുറച്ചും കൊണ്ടിരിക്കുന്നത്? എനിക്കറിഞ്ഞൂടാ. ദേ, സാറ് പള്ളിയോർക്കം കഴിഞ്ഞ് എഴുന്നേക്കുമ്പോ പറഞ്ഞേക്ക് മര്യാദയ്ക്ക് നന്നാക്കി കടയിലേക്ക് കൊണ്ടുവരാൻ. അല്ലാതെ പടി ചവിട്ടിയാൽ അവനെയും അവന്റെ മറ്റേ പാതാളത്തിനെ ചവിട്ടി താത്തും ഞാൻ ഒറിജിനൽ പാതാളത്തിലേക്ക്.